പരിസ്ഥിതി ദിനപ്രസംഗം 10 വരിയിൽ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, എൻ്റെ കൂട്ടുകാരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വരുത്തുവാൻ വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1973 മുതൽ ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിച്ചു പോരുന്നു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ പ്രകൃതി തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാടുകൾ കാർബൺ ആഗിരണം ചെയ്യുകയും തണ്ണീർത്തടങ്ങൾ പ്രളയത്തെ തടയുകയും ചുഴലിക്കാറ്റിൽ നിന്ന് സംരക്ഷണം നേടാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമുദ്രങ്ങൾ നീലയായും ഗ്രഹത്തെ പച്ചയായും മൃഗങ്ങളെ സുരക്ഷിതമായും സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രകൃതി വരും തലമുറയ്ക്കായി സുരക്ഷിതമായി നിലനിർത്തുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മാലിന്യങ്ങൾ കുറയ്ക്കുകയും ജലസംരക്ഷണം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും അപകടം ഉണ്ടാക്കുന്നതാണ് പരിസ്ഥിതി മലിനീകരണം. നമുക്ക് ആവശ്യമായ വായു, വെള്ളം, ഭക്ഷണം എന്നിവയെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്. നമ്മെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നറിഞ്ഞ് പ്രവർത്തിക്കുക. മരം വെട്ടി നശിപ്പിക്കുന്നതിന് പകരം ഒരു മരം നട്ടുപിടിപ്പിച്ച് നമുക്കും ഈ പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. നന്ദി. കൂടുതൽ വരികളുള്ള ഒരു പ്രസംഗം കൂടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ കാണുക.